ഞാൻ ഡോക്ടർ ഷംസുദ്ദീൻ. ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ആ ഫ്രൂട്ട്സ് രക്തത്തിലുണ്ടാക്കുന്ന ഗ്ലൂക്കോസിൻ്റെ വ്യത്യാസത്തെക്കുറിച്ച് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അത് എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ വ്യത്യാസവും നമ്മൾ ചോറ് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ വ്യത്യാസവും തമ്മിൽ താരതമ്യം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നാം ഒരു സാധാരണ സെർവിങ്ങിൽ അല്ലെങ്കിൽ സാധാരണ ഒരു പ്രാവശ്യം നമ്മൾ കഴിക്കുന്ന ചോറ് ഏകദേശം ഒരു 100-150 ഗ്രാമാണ്. അത്രയും ചോറ് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ രക്തത്തിൽ ഒരു മണിക്കൂറിനുള്ളിൽ ഉണ്ടാകുന്ന ഗ്ലൂക്കോസിൻ്റെ വർധനവ് 200 ആണ് എന്ന് നമ്മൾ സങ്കല്പിക്കുക. അത് വളരെ വേഗതയിൽ, അത് ഒരു മണിക്കൂറിനുള്ളിൽ 200 ഗ്ലൂക്കോസ് നമ്മുടെ രക്തത്തിലേക്ക് വന്നു. ഇതേ സ്ഥാനത്ത് നാം ഈ തണ്ണിമത്തൻ കഴിക്കുമ്പോൾ നമ്മുടെ രക്തത്തിൽ ഉണ്ടാകുന്ന ഗ്ലൂക്കോസിൻ്റെ വർധനവ് ഒരു 30 എന്ന് സങ്കല്പിക്കുക. പക്ഷേ ഒരു മണിക്കൂർ കൊണ്ട് തണ്ണിമത്തനിലാകെ നാം ഒരു പ്രാവശ്യം കഴിക്കുന്ന ഒരു 100-150 ഗ്രാം തണ്ണിമത്തനിൽ ആകെയുള്ള കാർബോഹൈഡ്രേറ്റ്, ആകെയുള്ള ഗ്ലൂക്കോസ് 30 എന്നും ആ 30 ഗ്ലൂക്കോസ് ഒരു മണിക്കൂറിനുള്ളിൽ രക്തത്തിലേക്ക് വന്നു എന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കുക, ആദ്യത്തെ ചോറ് കഴിച്ചപ്പോൾ ഒരു മണിക്കൂറിനുള്ളിൽ 200 ഗ്ലൂക്കോസാണ് വന്നത്. അത് വളരെ വേഗത്തിൽ വന്നു. എന്നാൽ ചില ഭക്ഷണമുണ്ട്, അത് കഴിക്കുമ്പോൾ ഈ ഒരു മണിക്കൂറിന് പകരം 3-4 മണിക്കൂറായിട്ടേ ആ 200 ഗ്ലൂക്കോസിനെ ചിലപ്പോൾ അതിലുണ്ടാവുള്ളൂ. അതായത് നമ്മൾ ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ അരികളായപ്പോൾ പാലക്കാടൻ മട്ട അരികൾ, ഫൈബർ, ഈ തവിടുള്ള അരികളൊക്കെ കഴിക്കുമ്പോൾ ഈ ഒരു മണിക്കൂർ എന്നുള്ളത് അത് 2-3 മണിക്കൂർ കൊണ്ടേ ആ ഗ്ലൂക്കോസ് രക്തത്തിലേക്ക് വരുള്ളൂ. ഉള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് 20 തന്നെയായിരിക്കും, പക്ഷേ അത് രക്തത്തിലേക്ക് വരുന്നത് വളരെ സാവധാനത്തിലായിരിക്കും. അപ്പോൾ ഒന്നാമത് ഒരു മണിക്കൂറിനുള്ളിൽ ഗ്ലൂക്കോസ് 200 ആയിട്ട് രക്തത്തിൽ കൂടിയ അരിനെയാണ് നമ്മൾ ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഫുഡ് എന്ന് പറയാം. അത് ഇത്രയും അളവ് 200 ഗ്ലൂക്കോസ് വന്നതുകൊണ്ട് അതിന് ഹൈ ഗ്ലൈസീമിക് ലോഡുള്ള ഫുഡ് എന്ന് പറയും. അപ്പോൾ എന്താണ് ലോഡ് എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. തണ്ണിമത്തൻ ഒരു മണിക്കൂറിനുള്ളിൽ ആകെ നമ്മളൊരു പ്രാവശ്യം കഴിക്കുമ്പോൾ തണ്ണിമത്തനിലുള്ള ഗ്ലൂക്കോസ് 30 അപ്പോൾ അത് ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആണ് എന്ന് പറഞ്ഞാൽ വളരെ വേഗതയിൽ ആ 30 രക്തത്തിലേക്ക് വരുന്നുണ്ട്. പക്ഷേ വരുന്ന ഗ്ലൂക്കോസ് ആകെ 30 മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ ഗ്ലൈസീമിക് ലോഡ് കുറവാണ്. സ്പീഡ് ഉണ്ടെന്നേ ഉള്ളൂ, ഉണ്ടാകുന്ന രക്തത്തിൽ വരുന്ന മൊത്തം ഗ്ലൂക്കോസിൻ്റെ അളവ് കുറവാണ്. അപ്പം നാം മനസ്സിലാക്കേണ്ടത്, നാം കഴിക്കുന്ന വെളുത്ത അരി, മൈദ, ഇത് ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ 70 മുകളിലുള്ളതിനെയാണ് നമ്മൾ 70 മുതൽ 100 വരെ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആണ് ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ്. ഗ്ലൈസീമിക് ലോഡ് ഹൈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 20 മുകളിലുള്ളതിനെയാണ് ഹൈ ഗ്ലൈസീമിക് ലോഡ് എന്ന് പറയാം. ഈ ഗ്ലൈസീമിക് ലോഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. നാം കഴിക്കുന്ന 80% കാർബോഹൈഡ്രേറ്റും, പ്രത്യേകിച്ച് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്, പുറന്തൊല്ലൊക്കെ കളഞ്ഞ് ഫൈബറൊക്കെ കളഞ്ഞ കാർബോഹൈഡ്രേറ്റ്, അത് വളരെ ഉയർന്ന അളവിലും വളരെ വേഗതയിലും ഗ്ലൂക്കോസിനെ കയറ്റും. അത് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഫ്രൂട്ട്സുകളൊക്കെ രക്തത്തിൽ ഉണ്ടാക്കുന്ന ഗ്ലൂക്കോസിൻ്റെ ഇമ്പാക്റ്റ് വളരെ കുറവാണ്. പക്ഷേ ഇനി നിങ്ങൾ ചിന്തിക്കുക, തണ്ണിമത്തൻ ഒരു സെർവിങ്ങിൽ നമ്മൾ കഴിക്കുന്ന ഒരു 100 ഗ്രാമൊക്കെ ആകുമ്പോൾ ചെറിയ ഗ്ലൂക്കോസിൻ്റെ വർധനവ് മാത്രമേ ഉണ്ടാക്കൂ, വളരെ പെട്ടെന്ന് ഉണ്ടാക്കുന്നേ ഉള്ളൂ. എന്നാൽ ഇതേ തണ്ണിമത്തൻ നമ്മളൊരു 3/4 കിലോ 1 കിലോ ഇരുന്ന് തിന്നുകയാണെങ്കിൽ അത് രക്തത്തിൽ ഉണ്ടാക്കുന്ന ഗ്ലൂക്കോസിൻ്റെ ലോഡ് വളരെ കൂടുതലായിരിക്കും. അപ്പം തണ്ണിമത്തൻ പഴങ്ങളൊക്കെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതലും ഗ്ലൈസീമിക് ലോഡ് കുറവാണ്. വേഗതയിൽ കൂട്ടും, പക്ഷേ കുറച്ചേ അത് കൂട്ടുള്ളൂ. അങ്ങനെയുള്ള ഫ്രൂട്ട്സ് തണ്ണിമത്തനൊക്കെ കഴിക്കുമ്പോൾ വളരെ കുറച്ച് മാത്രമേ പ്രമേഹ രോഗികൾ കഴിക്കാൻ പാടുള്ളൂ. കഴിക്കുന്നതിന് കുഴപ്പമില്ല, കുറച്ച് കഴിക്കാം. അത് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെയുള്ള അന്നജത്തിൻ്റെ അളവ് നല്ലവണ്ണം കുറയ്ക്കുകയും ചെയ്യുക, അതാണ് ചെയ്യേണ്ടത്. ഇനി ഗ്ലൈസീമിക്, ഞാനിത് താരതമ്യം ചെയ്തത് അരി എത്രത്തോളം നമ്മുടെ ഗ്ലൂക്കോസിനെ എഫക്റ്റ് ചെയ്യുന്നു, ബാധിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയാണ്. ഇനി ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടുതൽ ഫ്രൂട്ട്സുകൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ആപ്പിൾ, അതുപോലെ പേരക്ക, ഈ പ്ലംസ്, ചെറീസ്, ഗ്ലൈസീമിക് ഇൻഡെക്സും ഗ്ലൈസീമിക് ലോഡും വളരെ കുറഞ്ഞ ഫ്രൂട്ട്സുകളാണ്. അതിൽ പേരക്കയൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. പ്രമേഹ രോഗികൾക്ക് ധാരാളം കഴിക്കാൻ പറ്റുന്ന ആൻറ്റി ഓക്സിഡൻസും വിറ്റാമിൻസും ഫൈബറൊക്കെ ഉള്ളതാണ് പേരക്ക. അപ്പോൾ ആ ഫ്രൂട്ട്സ് നമ്മളങ്ങനെ ഒഴിവാക്കേണ്ട ഒരു കാര്യമല്ല. കാരണം ഫ്രൂട്ട്സിൽ നമുക്ക് വേണ്ട ഫൈബർ ഉണ്ട്, വിറ്റാമിൻസ്, മിനറൽസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ജ്യൂസിനേക്കാൾ എപ്പോഴും നല്ലത് ഫ്രൂട്ട്സ് അങ്ങനെ കടിച്ച് തിന്നാണ്. കാരണം ജ്യൂസ് അടിക്കുമ്പോൾ അതിൻ്റെ ഫൈബർ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടും, അത് ഷുഗറിനെ കൂട്ടാനുള്ള കഴിവ് കൂടും. ഏതൊരു പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന അരിയാണെങ്കിൽ തവിടോട് കൂടിയ അരി, ഫ്രൂട്ട്സ് ആണെങ്കിൽ ഫ്രൂട്ട്സ് ആയിട്ട് അതേപടി കഴിക്കുന്നതാണ് അതിൻ്റെ ഫൈബർ മാക്സിമം ശരീരത്തിന് കിട്ടുന്നതിന് നല്ലത്. അതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളതും. അപ്പം നമ്മൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പഴങ്ങളുണ്ട്. ഇപ്പം വാഴപ്പഴം കുറച്ച് ഗ്ലൈസീമിക് ഇൻഡെക്സും ഗ്ലൈസീമിക് ലോഡും കൂടുതലാണ്. അതുപോലെ പപ്പായ കുറച്ച് ഗ്ലൈസീമിക് ഇൻഡെക്സും ഗ്ലൈസീമിക് ലോഡും കൂടുതലാണ്. അത് കഴിക്കുമ്പോൾ നല്ല മിതമായിട്ട് കഴിക്കണം. ശരിക്കും പ്രമേഹ രോഗികൾ ഒരു ഭക്ഷണവും ഒഴിവാക്കേണ്ടെന്നാണ് പറയുക. എല്ലാം മോഡറേഷൻ, നിയന്ത്രിക്കുകയാണ് വേണ്ടത്. ഒരു ഭക്ഷണം ഒഴിവാക്കേണ്ടതില്ല. പക്ഷേ ഏതാണ് പെട്ടെന്ന് രക്തത്തിൽ ഗ്ലൂക്കോസിനെ കൂട്ടുന്നത് എന്ന് മനസ്സിലാക്കി അതിനെ നിയന്ത്രിക്കണം. നാം കേരളീയർ, ഞാൻ എപ്പോഴും അടിവരയിട്ട് പറയുന്നു, നമ്മൾ ഈ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള
മൈദയും വെളുത്ത അരിയും വൈറ്റ് ബ്രെഡ് പോലെയുള്ള സാധനങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ, റെഡിമെയ്ഡായിട്ട് പൊടികൾ കടയിൽ നിന്ന് വാങ്ങുന്നത് റിഫൈൻഡ് ഫുഡുകളോട് നമ്മൾ വിട പറയുകയാണെങ്കിൽ, നമ്മൾ ബാക്കി എന്ത് കഴിച്ചാലും നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ ചെയ്യുന്നത് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്, വെളുത്ത അരി, ചോറ് ധാരാളം കഴിക്കുക, രാവിലെ ആണെങ്കിൽ അരിൻ്റെ ഭക്ഷണം കഴിക്കുക, രാത്രിയാണെങ്കിൽ ഗോതമ്പിൻ്റെ കഴിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മുടെ രക്തത്തിലെ ഷുഗർ എപ്പോഴും നിയന്ത്രിക്കാൻ പ്രയാസപ്പെടുന്നത്. നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കണില്ല, നമ്മൾ വെജിറ്റബിൾസ് വേണ്ടത്ര കഴിക്കണില്ല. അതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക്. അതുകൊണ്ട് ഇനിയെങ്കിലും എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, ഇനി പ്രമേഹം ഇല്ലാത്ത ആളുകളാണെങ്കിലും പ്രമേഹം വരാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടത്, റിഫൈൻഡ് ആയിട്ടുള്ള ഫുഡുകൾ ഒഴിവാക്കുക, എന്നിട്ട് കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് വെജിറ്റബിൾസൊക്കെ ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതുകൊണ്ട് ശരീരത്തിന് നല്ല ഗുണങ്ങളുണ്ട്. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.